ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും വളരെയധികം പ്രധാനപ്പെട്ട നമുക്ക് ഒത്തിരി ആവശ്യമുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ്. ഇന്നലെ പറഞ്ഞ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ്. പ്രശാന്തത, ട്രാങ്ക്വിലിറ്റി, ശാന്തമായിട്ടിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് പഠിക്കണം. ഒരു 5 കാര്യങ്ങളാണ് ഇന്ന് രാത്രി പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്കൊന്ന് ശാന്തമാകാൻ പഠിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു 5 ഗുണങ്ങൾ, 5 അനുഗ്രഹങ്ങൾ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. 2 വിശുദ്ധർ പറഞ്ഞൊരു സ്പെഷ്യൽ കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ ടോക്ക് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കണം. നമുക്ക് എല്ലാവർക്കും, എനിക്കും ഉണ്ട് ടെൻഷൻ അടിക്കുന്ന സംഭവങ്ങൾ. ചിലപ്പോൾ ഇങ്ങനെ ഓവർ തിങ്കിങ് വരാറുണ്ട്, നിങ്ങൾക്കും വരാറുണ്ടല്ലോ. ചിലപ്പോൾ ആവശ്യമില്ലാത്തൊക്കെ നമ്മൾ ചിന്തിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ കടൽ നമ്മുടെ തലക്കകത്ത് കിടന്ന് ഇങ്ങനെ ഇളകും. സോ നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് എന്ത്? സമാധാനം, പ്രശാന്തത. അത് ആര് തരും? എങ്ങനെ കിട്ടും? കിട്ടിയാൽ നമ്മൾ ആ പ്രശാന്തത, ആ ഒരു സൈലൻസ്, ശാന്തതയൊക്കെ ഒന്ന് പരിശീലിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും കൂടെ ഒന്ന് ചിന്തിക്കാൻ പോകണം. നമുക്ക് ഈശോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒത്തിരി ബ്യൂട്ടിഫുൾ ആണ്. അതിനകത്ത് വളരെയധികം ഈശോ നമുക്ക് നമ്മുടെ ഹൃദയത്തോട് പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. യോഹന്നാൻ 14:27, ജോൺ 14:27. ഇത് നിങ്ങൾ വായിക്കുമ്പോൾ പോലും ശാന്തമായിട്ടിരുന്ന് വായിക്കണം. നമുക്ക് നമ്മുടെ ഗുഡ് നൈറ്റ് ടോക്കുകളൊക്കെ കുറേ ശാന്തമായിട്ടാണ് പോകുന്നത് തോന്നുന്നു അല്ലേ? നിങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? അത് ഉറക്കം പോവുകയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് ഈ വചനം കേട്ട് ശരിക്കും നിങ്ങൾക്ക് ഉറക്കം വരണം. ടോക്കിനിടയ്ക്ക് ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നാണക്കേടാണ്. എന്നാലും കുഴപ്പമില്ല. യോഹന്നാൻ 14:27 ശാന്തമായിട്ട് ഒന്നിച്ചിരി ഉറക്കം തൂങ്ങി വായിക്കണം. എങ്ങനെ വായിക്കണം എന്നറിയോ? ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. യോഹന്നാൻ 14:27. എനിക്ക് തോന്നുന്നു ഈശോ ഏറ്റവും സോഫ്റ്റായിട്ട് പറഞ്ഞ കാര്യം അതായിരിക്കും. ഇന്നലെ നമ്മൾ വായിച്ചില്ലേ, കടലിനോട് ശാന്തമാകാന്നൊക്കെ പറഞ്ഞ് ഈശോ ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരിക്കും ഒക്കെ പറഞ്ഞത്. കാറ്റേ കടലേ ശാന്തമാകാന്ന്. പക്ഷേ ഈ ജോൺ 14:27 ശാന്തമാവുക. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് ഒരു ടെൻഷൻ അടിക്കുമ്പോഴുണ്ടല്ലോ, ഒരു 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 വലിയ ടെൻഷൻ സിറ്റുവേഷൻ കൂടെ കടന്നു പോകുമ്പോഴത്തേനും ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആദ്യമായിട്ട് എടുക്കണം. ഈശോ പറഞ്ഞതാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം നമ്മുടെ സമാധാനം എടുത്തു കളഞ്ഞു. സിറ്റുവേഷൻസ് നമ്മളെ ഉറക്കം കളഞ്ഞു. ഈശോ പറയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. സൈലൻ്റ് ആയിട്ട് അന്ന് കേട്ട് ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ഈ വചനം പതുക്കെ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ജീസസ് ഈസ് ഗിവിങ് മീ ഹിസ് പീസ്. അത് പറഞ്ഞ് കുറച്ച് നേരം നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, അങ്ങനെ ആ ഒരു സമയത്തുണ്ടല്ലോ ഈശോയുടെ വചനം നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രശാന്തത നിറയ്ക്കും, ഒരു ട്രാങ്ക്വിലിറ്റി, ഒരു കാംനെസ് നിറയ്ക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും. എപ്പോഴും നമുക്കറിയാലോ, ശാന്തമായിരുന്നാലേ ദൈവസ്വരം കേൾക്കാൻ പറ്റുള്ളൂ. ശാന്തമായിരുന്നാലേ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. ശാന്തമായിരുന്നാലേ ജീവിതം കുറേ കൂടെ ക്ലിയർ ആവുള്ളൂ. ഏലിയായെക്കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നില്ലേ? വലിയ ഇടിമുഴക്കത്തിലോ ഒന്നും അല്ല ദൈവത്തിൻ്റെ സ്വരം കേട്ടത്. ഒരു കുഞ്ഞ് കാറ്റടിച്ചു. ആ നിശബ്ദതയിൽ കർത്താവിൻ്റെ സ്വരം ഏലിയായിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പം ശാന്തമായിട്ടിരുന്നാലേ ഒന്നാമത്തെ അനുഗ്രഹം കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റുള്ളൂ. കർത്താവിൻ്റെ ശക്തി അറിയാനും അവിടെ പറ്റുള്ളൂ. സങ്കീർത്തനം 46:10 നമ്മൾ വായിക്കുന്നില്ലേ? ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നാൽ കർത്താവിൻ്റെ ശക്തി നമുക്ക് കാണാൻ പറ്റത്തില്ല. ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന കർത്താവിനെ ഓർക്കാൻ പോലും ചിലപ്പോൾ സമയം കിട്ടില്ല. ഇതെന്നാ ചെയ്യും, അതെന്നാ ചെയ്യും, ഞാൻ അങ്ങനെ പോട്ടെ, അവിടെ പോട്ടെ, ഇവരോട് ചോദിക്കട്ടെ. ഇതിങ്ങനെ നൂറുകണക്കിന് ചിന്തകൾ തലക്കകത്തോടെ വരും. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. എന്ന് വെച്ചാൽ ഇതിനോട് ചേർത്ത് ചിന്തിക്കാൻ പറ്റുന്ന, നമ്മളിങ്ങനെ ഒന്ന് പ്രശാന്തതയോടെ സമാധാനത്തോടെ ഇരുന്നാൽ മാത്രമേ ചില കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവ് നമുക്ക് ബുദ്ധിയും വിവേകവും ആലോചന ശക്തിയൊക്കെ തന്നിട്ടുണ്ട്. ഓവർ ആലോചനയ്ക്ക് വേണ്ടിയിട്ടില്ല, ശാന്തമായിട്ടിരുന്ന് ആലോചിക്കാൻ ഒരു കൃപ തന്നിട്ടുണ്ട്. ശാന്തമായിരുന്നാലേ കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ. പണ്ടത്തെ ആ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു ഗുരുവും ശിഷ്യനും ഇങ്ങനെ കാട്ടിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പോകുന്ന വഴിക്ക് വിശക്കുന്നു, കുറച്ച് കായ്കനികളൊക്കെ ഭക്ഷിച്ചു. ദാഹമുണ്ട്, അപ്പോൾ വെള്ളമൊന്നും കാണുന്നില്ല. ഗുരു ഇങ്ങനെ കാതോർത്തപ്പോൾ ദൂരെ എവിടെയോ ഇങ്ങനെ നദി ഒഴുകുന്ന എന്തോ ജലാശയത്തിൻ്റെ ഒരു ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ശിഷ്യനോട് പറഞ്ഞു ഗുരു, ദേ നീ ഈ ആംഗിളിൽ അങ്ങ് പൊക്കോ, ഈ ദിക്കിലേക്ക് പൊക്കോ, അവിടെ വെള്ളത്തിൻ്റെ എന്തോ സ്രോതസ് ഉണ്ട്, അവിടെ പോയിട്ട് നമുക്ക് രണ്ടുപേർക്ക് ആവശ്യമുള്ള വെള്ളം കൊണ്ടുപോവാ, ഞാൻ കുറച്ച് നേരം വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശിഷ്യൻ ഈ ഗുരു പറഞ്ഞത് കേട്ടിട്ട് ഈ കാട്ടുവഴി കൂടെ അങ്ങ് ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ അദ്ദേഹം കാണുന്നുണ്ട്, ഈ ശിഷ്യൻ കാണുന്നുണ്ട്, ആ സമയത്ത് കുറേ കാട്ടുപോത്തുകളോ വന്യമൃഗങ്ങളോ ഒക്കെ ഈ കുഞ്ഞു തോട്, ഗുരു പറഞ്ഞതുപോലെ ഈ നദി, ഈ തോട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയോ കാട്ടുമൃഗങ്ങളൊക്കെ അതിൽ കൂടെ ഓടി ഇളകി അത് മുഴുവൻ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. ശിഷ്യന് ഭയങ്കര സങ്കടമായി. എങ്ങനെയൊക്കെയാണ് വെള്ളം കണ്ടുപിടിച്ചത്. അപ്പാണ്ട് ഈ പിന്നെ കാട്ടുപോത്തും ജന്തുക്കളും എല്ലാം കൂടെ അത് കുളമാക്കിയിട്ടേക്കാണ്, കലക്കിയിട്ടേക്കാണ്. അപ്പോൾ കുടിക്കാൻ പറ്റില്ലല്ലോ. വിഷമത്തോടു കൂടി ശിഷ്യൻ തിരിച്ചു പോന്നു. തിരിച്ചു വന്നിട്ട് വിശ്രമിക്കുന്ന ഗുരുവിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ഗുരു ചോദിച്ചു, വെള്ളം എന്തേ? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, മൊത്തം കലങ്ങി കിടക്കാണ് ഗുരു, നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. ഗുരു പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ വാ. അങ്ങനെ ഗുരു ശിഷ്യനെയും കൂട്ടിക്കൊണ്ട് അതേ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ഈ കാട്ടുപോത്തും മൃഗങ്ങളൊക്കെ ഓടി ഇറങ്ങി കലക്കിയ ആ വെള്ളം. ഗുരു ശിഷ്യനോട് പറഞ്ഞു, ഇവിടെ ഇരിക്കുക. കഥയുടെ ക്ലൈമാക്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നീ ഇവിടെ ഇരിക്കുക, നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ഈ കാടിൻ്റെ ശബ്ദവും
ഈ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ കേട്ട് നമുക്ക് അല്പസമയം ശാന്തമായിട്ടിരിക്കാം. നമ്മളെ സൃഷ്ടിച്ച, ആ മൃഗങ്ങളെ സൃഷ്ടിച്ച, ഈ നദി ഒഴുക്കിയ ആ ദൈവത്തെ നമുക്ക് ഓർക്കാം. കുറച്ച് നേരം അങ്ങനെ കണ്ണടച്ചിരുന്നു. ഗുരു ശിഷ്യനോട് പറഞ്ഞു, "നൗ ഓപ്പൺ യുവർ ഐസ്." ഇംഗ്ലീഷിലല്ല കേട്ടോ, കണ്ണ് തുറക്കാൻ പറഞ്ഞു. കണ്ണ് തുറക്കുമ്പോൾ ശിഷ്യൻ കാണുന്നത് തെളിഞ്ഞ വെള്ളമാണ്. ശാന്തമായി ഒഴുകുന്ന തെളിഞ്ഞ വെള്ളം. ഗുരു പറഞ്ഞു കൊടുക്കുന്നുണ്ട് വലിയൊരു പാഠം. "മോനെ, ശാന്തമായിരുന്നാൽ തെളിയാത്ത നദികളൊന്നുമില്ല. ഏത് കലക്കവെള്ളവും തെളിയും. അല്പസമയം ഒന്ന് ശാന്തമായിട്ടിരുന്നാൽ." നമുക്കിത് നമ്മുടെ ജീവിതമായിട്ട് ചേർത്ത് ചിന്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈശോ പറയാണ്, "എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു." പക്ഷെ അത് സ്വീകരിക്കണമെങ്കിലുണ്ടല്ലോ, ഈ ജോലിക്കൊടുക്കം, ഈ ടെൻഷൻ അടിച്ച ഈ ദിവസത്തിനൊടുക്കം, യു ഷുഡ് സിറ്റ് വിത്ത് ഹിം. ഈശോയുടെ അടുത്ത് ഈ നദിക്കരയിൽ നിങ്ങൾ ശാന്തമായിട്ടൊന്ന് ഇരിക്കണം. അവിടെ ഇരുന്ന കർത്താവിനെ ഒന്ന് ഓർക്കണം. ഓർക്കുമ്പോൾ ഇതെല്ലാം ശാന്തമാകും, തെളിയും. നാളെ ഒന്നും കൂടെ എഴുന്നേക്കാൻ, നാളെ ഒന്നും കൂടെ ഫൈറ്റ് ചെയ്യാൻ, നാളെ ഒന്നും കൂടെ മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് തെളിഞ്ഞ ഒരു മനസ്സ് നിങ്ങൾക്ക് വേണം. ഒന്ന് ശാന്തമായിട്ടിരുന്നാൽ തെളിയാത്ത നദികളൊന്നും ഇല്ലടോ. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഇങ്ങനെ പറയുന്നുണ്ട്, അത്ര വലിയ തിരക്കൊന്നും നമുക്ക് വേണ്ട. ഡു നോട്ട് ബി ഇൻ എ ഹറി. ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക, അല്പം ഒന്ന് ശാന്തമായിട്ടിരിക്കുക. ഈശോ എല്ലാ കാര്യങ്ങളും ചെയ്തോളും. ഫ്രാൻസിസ് സാലസിൻ്റെ സുന്ദരമായ എഴുത്തുകളിൽ, സിമ്പിളായ എഴുത്തുകളിൽ ഒന്നാണിത്. ശാന്തമായിട്ടിരിക്കൂ, കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ നിനക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുന്ന ഒരു കാര്യമില്ലേ, ഫേമസ് ആയ ഒരു കൊട്ടേഷനാണ്. ഒത്തിരി വലിയ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ, വൻ കാര്യങ്ങൾ ചെയ്തതിലല്ല വിശുദ്ധി ഇരിക്കുന്നത്. ചെറിയ കാര്യങ്ങൾ ഏറ്റവും വിശ്വസ്തയോടെ, ശാന്തതയോടെ, സമാധാനത്തോടെ ചെയ്താൽ അതാണ് വിശുദ്ധി. ഒത്തിരി വൻ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, ചെറിയ കാര്യങ്ങൾ ഏറ്റവും വിശ്വസ്തയോടുകൂടി ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെറുതും വലുതും ആവട്ടെ. നിങ്ങൾക്ക് നാളെ ഓഫീസിൽ പോകണം, നാളെ പഠിക്കണം, നാളെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. എല്ലാ നല്ല തീരുമാനങ്ങളും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷൻ സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കണമെങ്കിൽ ശാന്തമായിട്ടിരിക്കണം. നദി തെളിയട്ടെ, അല്പസമയം കൊടുക്ക്. നമ്മൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാട്ടിക്കൂടെ ഓടിയിട്ട് ടെൻഷൻ അടിച്ചിട്ട് നദി തെളിഞ്ഞാൽ പോലും നമ്മളത് തിരിച്ചറിയില്ല. മനസ്സിലാവുന്നുണ്ടോ? നദി തെളിയുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിൽ കൂടെ ഒക്കെ ഓടുകയാണ്. സൊല്യൂഷൻ ഇരുന്നാലേ കിട്ടത്തുള്ളൂ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുക്കണം, 30-ാമത്തെ അധ്യായം, അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഐസയ്യാ 30:15, തിരിച്ചു വന്ന് സ്വസ്ഥമായിട്ടിരിക്കുക. സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾക്ക് ബലം കിട്ടുമെന്ന് പറയുക. സ്വസ്ഥതയും ആശ്രയത്വവുമായിരിക്കും നിങ്ങൾക്കുള്ള ബലം, നിങ്ങൾക്കുള്ള സമ്മാനം. തിരിച്ചു വന്ന് സ്വസ്ഥമായിട്ടിരിക്കുക, പീസ്ഫുൾ ആയിട്ടിരിക്കുക. ലോകം ഇങ്ങനെ നമ്മളെ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കും. ബട്ട് യു ഹാവ് ടു ഫൈൻഡ് സം ടൈം. ഈ രാത്രിയിൽ പ്രത്യേകിച്ച് എല്ലാ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഈശോയെ തിരക്കണം, ഈശോയുടെ അടുത്ത് പോയിരിക്കണം. എല്ലാം ശാന്തമാകും. ഏശയ്യാ 30-ന്റെ തുടർച്ചയായ വചനങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത്, അങ്ങനെ നീ ഇരുന്നാൽ, സ്വസ്ഥമായിട്ടിരുന്നാൽ നിന്റെ ചെവിക്ക് പിന്നിൽ ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും, തെളിയും. ഇന്ന് രാത്രി കിടന്നുറങ്ങ് ശാന്തമായിട്ട്. ഉറങ്ങുന്നതിന് മുമ്പ് തുടക്കത്തിൽ പറഞ്ഞ പോലെ യോഹന്നാൻ 14:27 ഇങ്ങനെ പതുക്കെ പ്രാർത്ഥിക്കുക, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, മൈ പീസ് ഐ ഗിവ് ടു യു. ഈശോയുടെ അടുത്തിരുന്ന സ്വരം കേൾക്കുക, ശാന്തമായിട്ട് കിടന്നുറങ്ങുക. ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.